ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ആറാട്ടുപുഴ യൂണിറ്റ് കൺവെൻഷൻ നടന്നു. ഊരകം സൊസൈറ്റി ഹാളിലാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. AKTA ജില്ലാ കമ്മിറ്റി അംഗവും മണ്ണുത്തി ഏരിയ പ്രസിഡന്റുമായ CB രജു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഇത് കൃത്യതയോടുകൂടിയിട്ടാണ് നമ്മുടെ സംഘടന പോകുന്നത്. നമ്മുടെ സംഘടനയെ തകർക്കാൻ വേണ്ടി തന്നെ പല ആളുകളും ഈ സംഘടന സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നു, കൃത്യതയില്ലാതെ നടത്തുന്നു. ഇതിന്റെ ഭാഗമായിട്ടുള്ള കേസുകൾ വന്നിട്ടുണ്ട്. അതിനെയൊക്കെ ദൂരീകരിച്ചുകൊണ്ട് നമ്മുടെ നേതൃത്വം കൃത്യമായിട്ടുള്ള കണക്കുകൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ സംഘടന നയിച്ചുകൊണ്ടുപോവുകയാണ്. ഒരു രൂപ പോലും ഒരാളെയും നഷ്ടപ്പെടുത്താതെ അതിൻ്റെ ഓഡിറ്റിംഗ് കൃത്യമായി ചെയ്തുകൊണ്ട് പോവുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ സംഘം അല്ലെങ്കിൽ നമ്മുടെ സംഘടന നടത്തുന്ന ചാരിറ്റികൾ പല ആളുകളും പറയുന്നുണ്ട്, എന്താണ് AKTA ചെയ്യുന്നത്? നിങ്ങൾ കുറെ അംഗങ്ങൾ കൂടിച്ചേർന്ന് അവർക്ക് തന്നെ പങ്കിട്ട് കൊടുക്കുന്ന രീതിയാണോ AKTA ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവർ പരിശോധിക്കണ്ടേ? ഇത്രയും വലിയ വയനാട് ഇത്രയും വലിയൊരു പ്രളയം നടന്നിട്ട് അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ നടന്നിട്ട് ആരാണ് അതിൽ എത്തിപ്പെട്ട ആളുകൾ? ചൂരൽമലയിലെ ഇത്രയും വലിയ ഉരുൾപൊട്ടലുകൾ ഉണ്ടായി കഴിഞ്ഞിട്ട് ആദ്യം എത്തിപ്പെട്ടത് AKTA ആളുകളാണ്. അവർക്കൊരു തുള്ളി വെള്ളം കുടിക്കാനില്ലാതെ അത് കൃത്യമായി എത്തിക്കാനും ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാനും AKTA എന്ന പ്രസ്ഥാനമാണ് ആദ്യം ചെന്നപ്പെട്ടത്. അതൊരു ചാരിറ്റി അല്ലേ? അതേപോലെ തന്നെ നമ്മുടെ സംഘടന അവിടെ തൊഴിലില്ലാത്ത ആളുകൾക്ക് തയ്യൽ സ്ഥാപനങ്ങൾ നശിച്ചുപോയി. അങ്ങനെ വന്നിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും സംഘടന മെഷീനുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. യൂണിറ്റ് പ്രസിഡന്റ് സുമതി അധ്യക്ഷയായി. യൂണിറ്റ് സെക്രട്ടറി ജയശ്രീ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ സുലജ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. ഏരിയ പ്രസിഡന്റ് ബാലകൃഷ്ണൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വിവിധ വിഷയങ്ങളിൽ പ്രമേയങ്ങൾ അവതരിപ്പിച്ചു. PL ശൈലജ സംസാരിച്ചു.